ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്നത് യമഹ RX 100ൻ്റെ എയർ ഫിൽറ്റർ മാറുന്നതാണ്. അപ്പോൾ എയർ ഫിൽറ്റർ യമഹ ബൈക്കിൽ വലത് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ അഴിച്ചിട്ട് പുതിയത് ഇടുമെന്നോ ഓക്കെ, എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ഇതിനാവശ്യമായി വരുന്ന ടൂള് ഒരു പ്ലെയിൻ സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൽ വരുന്നത് കണ്ടില്ലേ, പ്ലെയിൻ സ്ക്രൂ ആണ്. അപ്പോൾ അത് ഞാൻ ഇളക്കിയാണ്. കണ്ടോ, ഇതാണ് ഫിൽറ്റർ. ഒത്തിരി പൊടി ഇതിലുണ്ട്. നമുക്ക് ഈ സാധനം മാറ്റാം. ഇത് ഇളക്കി എടുക്കാം. നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല കംപ്ലൈന്റ് ആയിപ്പോ, കണ്ടില്ലേ, പിഞ്ചു. നമുക്ക് ഇതാണ് പുതിയത് നമുക്ക് ഇടാം. അപ്പോൾ അതിനു മുമ്പേ ഈ സാധനം ഡൂമ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് ഇവിടെയൊക്കെ നന്നായിട്ട് തുടയ്ക്കണം. പിന്നെ ഇതിൽ പൊടി നന്നായിട്ട് തുടയ്ക്കും. അടുത്തതായി ഇതില് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നല്ല സ്മൂത്തായിട്ടുള്ളത്, ഒന്ന് റഫും. അപ്പോൾ ഈ റഫ് ഭാഗമാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ ഈ വെളിയിൽ വരുന്ന ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യാം. അത് പുതിയ ഓയിൽ, എൻജിൻ ഓയിലാണ്. പുതിയ ഓയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ച്, ഇത് പൊടിയെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ്. അത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ആക്കി തരും. എല്ലായിടത്തും കൂടെ ഒന്ന് ആക്കി എന്നിട്ട് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഈ കവറിൽ നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. ഇവിടെ 3 ഹോള് അത് കണക്കാക്കി കണ്ടോ. ശരി, അപ്പോൾ ഇനി അടച്ചു കണ്ടോ. ഈ 3 സ്ക്രൂ അതുപോലെ ഇളക്കിയതുപോലെ ടൈറ്റ് ചെയ്യും. ഫുൾ ടൈറ്റ് ചെയ്യണം 3 സ്ക്രൂ. ഓക്കെ, അപ്പോൾ നമ്മൾ RX 100ലെ എയർ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പ് റോഡ് സൈഡിലാണ്. അപ്പോൾ ഒത്തിരി ശബ്ദം, വണ്ടി പോകുന്നതിൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ സാധനം ക്ഷമിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും നന്ദി.